അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റിലെ ഒരു വിഭവം സിസ്ലിംഗ് ബ്രൗണി. ഇതിൽ നമ്മൾ നല്ല ചൂടായതിനു ശേഷം ക്രീം ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം ബ്രൗണിയാണ്. അതാണ് ഇത് എത്ര സമയം ചൂടാവേണ്ടി വരും? ഇതൊരു 5 മിനിറ്റ് കൊണ്ട് റെഡിയോ 4-5 മിനിറ്റ് കൊണ്ട് സെറ്റ് ആകുമ്പോഴേക്ക് 4-5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചൂടായി. ക്രീം ഒഴിക്കുന്ന സമയത്ത് നല്ലോണം സിസ്ലിംഗ് ചെയ്യാം, മെൽറ്റ് ആവുകയും ചെയ്യും, നല്ല സ്മോക്കി ആയിട്ട് വരും. അതാണ് ആ പേര്. അതാണ് അതിൻ്റെ പേര്. സൗണ്ട് ഉണ്ടാവുകയും ചെയ്യും, സിസ്ലിംഗ് സൗണ്ട് ഉണ്ടാവും. അതാണ് സിസ്ലിംഗ് ബ്രൗണി. ഇത് ശരിക്കും ഏത് രാജ്യത്ത് വന്നതാണ് ഈ സാധനം? ഇത് യൂറോപ്പിലൊക്കെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാവരും. സാധാരണ സ്റ്റേക്ക് ഇതുപോലെ. ഇതിപ്പോ നമുക്ക് ഈ മൺസൂൺ കാലത്തൊക്കെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടമായിരിക്കും. അതെ, മഴക്കാലം നല്ല ചൂടോടെ കഴിക്കാൻ സോഫ്റ്റ് ആയിരിക്കും ചെയ്യും. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോഫീൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. കളറൊക്കെ മാറുന്നുണ്ട്. നല്ല റെഡിഷ് കളറായി വരും. കളറായി വരുമ്പോൾ എടുത്ത് വെച്ചാൽ പൊതുവിൽ ചോക്ലേറ്റിനോട് എല്ലാവർക്കും ഇപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതെ, ഇത് ചോക്ലേറ്റ് കഴിക്കുന്ന ഗുണമല്ലോ ബോഡി. അതെ, ഹാപ്പി മൂഡ് ഉണ്ടാവും. അതെ അതെ. ഈ പഠനങ്ങളിലൊക്കെ പറയുന്നത് ഈ കുട്ടികളിലൊക്കെ ചോക്ലേറ്റ് കൊടുക്കുകയാണെങ്കിൽ അവരിൽ ഈ ആങ്കർ, ഹേറ്റ്രഡ്, ഇങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ മാറി കുറെ കൂടി അഫെക്ഷൻ, ലവ് ഒക്കെ ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പറയുന്നുണ്ട്. എക്സാമിന്റെ ഒക്കെ ഒരു മണിക്കൂർ മുന്നേ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹാപ്പി മൂഡായി നമുക്ക് എഴുതാനുള്ള റിസൾട്ട് അങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ യാത്രയിലൊക്കെ ഇത് ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ എനർജി ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ദീർഘദൂര യാത്ര പെട്ടെന്ന് നമ്മുടെ ഷുഗർ ലെവൽ താഴുന്നു, അല്ലെങ്കിൽ ക്ഷീണം വരുന്നു. ഇപ്പം നമുക്ക് ചോറോ മറ്റേതൊന്നും കൊണ്ടുപോയിട്ടൊന്നും യാത്രക്കിടയിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ബാഗിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ഒടിച്ച് വെച്ച് കുറച്ച് വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനർജി ടോപ്പ് അപ്പ് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും നട്ട്സ് ഉണ്ടല്ലോ, ഡ്രൈ നട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതും എനർജി. ഇതിൻ്റെ ബദാം ഉണ്ട്, കാഷ്യൂ നട്ട് ഉണ്ട്, നമ്മളെ പിസ്ത ഉണ്ട്, ആൽമണ്ട് ഉണ്ട്. പിന്നെ ഇതിൽ നമ്മളെ എഗ്ഗ്, മൈദ, ചോക്ലേറ്റ്, ബട്ടർ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് തന്നെ റിച്ച് കലോറിയാണ്. അതെ. മെൽറ്റ് ആയിട്ടുണ്ടോ? നല്ല ചൂടായിട്ടുണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയി ഐസ്ക്രീം മെൽറ്റായി നേരെ ടേബിളിൽ ഇങ്ങനെ പോയാൽ സെർവ് ചെയ്യാം. ഇതിന്റെ പേരെന്താണെന്ന് അറിയോ? ഇതിന്റെ പേര് സിസ്ലിംഗ് ബ്രൗണി. അതായത് അതിന്റെ ഒരു ശബ്ദവും അതിന്റെ ഒരു നിറമെല്ലാം വെച്ചിട്ടുണ്ടാക്കിയ ഒരു പേരാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിലിംഗ് പറയുകയാണെങ്കിൽ അത് നമ്മൾ പറയില്ല. അത് നിങ്ങൾ കഴിക്കുക, അതിന്റെ രുചി എന്താണ്, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. അതല്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു തരാം.